ദൈവത്തിന്റെ ബോധ്യപ്പെടേണ്ട ആവശ്യകതയെ കുറിച്ച് നീണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന് ദൈവത്തെ നിഷേധിക്കാനേ കഴിയില്ല. ആ സത്യത്തെ നിഷേധിക്കാൻ കഴിയുമോ? ധർമ്മത്തെ നിഷേധിക്കാൻ കഴിയുമോ? വേണമെങ്കിൽ മതി, അത് അള്ളാഹു പാത്തര തന്നെയുള്ളൂ. വേണമെങ്കിൽ എടുത്തോളിയും, അല്ലെങ്കിൽ ചത്തോളിങ്ങള്. അത് ഞാൻ പറഞ്ഞില്ല, വണ്ടിയുടെ മുന്നിലേക്ക് ചാടണ്ടാന്നേ അല്ലാതെ പറയാൻ പറ്റുള്ളൂ. ചാടുകയാണെങ്കിൽ ചാടിക്കൊള്ളിയടോ, എനിക്കെന്താ. ഇതിന്റെ ആവശ്യകത ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. അതാണ് ദീനിന്റെ ആവശ്യകത ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ ആവശ്യകത ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ദൈവവിശ്വാസികളല്ല ആർക്കും ദൈവത്തിൽ വിശ്വാസമല്ല. ഉണ്ടെന്ന് വെറുതെ പറയാം, ദൈവത്തിൽ വിശ്വാസമല്ല. പിന്നെ ഈ സാമൂഹികമായ സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നത്. സാമൂഹികമായ ഒരു ഒറ്റപ്പെടാതിരിക്കാൻ, സമൂഹത്തിൽ എന്തെങ്കിലും കൊടുക്കുന്ന ആളാന്ന് വരുത്തി തീർക്കാൻ. ഇത് തന്റെ തന്നെ ഗുണത്തിനും തന്റെ തന്നെ സമൂഹത്തിന്റെ ഗുണത്തിനും ഇത് അത്യന്താപേക്ഷിതമാണ് എന്ന ഈ ബോധ്യപ്പെടൽ സമൂഹത്തിന് ഉണ്ടായിട്ടില്ല. ഉണ്ടായ അവൻ തന്നെ അധ്വാനിക്കുമല്ലോ, ആരുടെ നിർബന്ധവും വേണ്ട. ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു മത്സരാർത്ഥി കോടികൾ എന്തുകൊണ്ടാ ചെലവഴിക്കുന്നത്? അതിന്റെ ജയിച്ചാലുള്ള ഗുണം അവന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ മത്സരത്തിൽ ജയിച്ച് സ്ഥാനത്തെത്തിയാൽ അതുകൊണ്ടുണ്ടാകേണ്ട ബെനിഫിറ്റുകൾ ഇവന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കോടികൾ അവൻ ചെലവഴിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു മതവിശ്വാസി ചെലവഴിക്കാത്തത്? അവന് ഇതിന്റെ ബെനിഫിറ്റ് ബോധ്യപ്പെട്ടിട്ടില്ല. ഇതുകൊണ്ടുണ്ടാകണ്ട, ഞാൻ എന്തിനാ വണ്ടിയുടെ മുന്നിലേക്ക് ചാടാതിരിക്കണേ എന്നതിന്റെ ബോധ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ നീതിയിൽ ജീവിക്കേണ്ട ആവശ്യകത എന്തുകൊണ്ടെന്ന് ഇവന് ബോധ്യപ്പെട്ടിട്ടില്ല. ധർമ്മത്തിലും നീതിയിലും ന്യായത്തിലും സത്യത്തിലും സമാധാനവും സുരക്ഷിതത്വവും ലോകത്തിന് കൊടുക്കുന്ന ഒരു ജീവിത വ്യവസ്ഥിതി ഇവിടെ നടപ്പിലാക്കിയാൽ അതുകൊണ്ട് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഇവര് ബോധ്യപ്പെടുത്തിയത് വരാനിരിക്കുന്ന ലോകത്ത് കിട്ടിയ ഹൂറുല്യങ്ങളെ കുറിച്ചുള്ള ഈ ബോധ്യപ്പെടില്ല. ഇതിവന് ബോധ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇവരിത് ചെയ്യാത്തത്. ഞങ്ങളോട് പറയാം, ഒരു തെങ്ങ് നടി നിങ്ങൾക്ക് കിയാമനാളിൽ ഇളനീം കുടിച്ചാന്ന് പറഞ്ഞാല് വേറെ പണി നോക്കിയെന്നാല് നിങ്ങളോട് പറങ്ങള് എന്റെ സഹോദരന്മാരെ വീട്ടിൽ പോയിട്ട് പറയാം, തെങ്ങ് വെക്കിങ്ങള് അതിന്റെ തേങ്ങ നിങ്ങൾക്ക് കിയാമനാളില് പരലോകത്തിൽ കുടിച്ചാന്ന് പറഞ്ഞാല് വേറെ പണി നോക്കിയെന്നാല്. ഇന്നോട് പറയാ സർക്കാർ കിയാമനാളില് ശമ്പളം തരാന്ന് പറഞ്ഞാല് ഞാൻ വേറെ പണി നോക്കട്ടെ എന്ന് പറയും. അതാണ് സംഗതി. ഒന്നും വേണ്ട, ഒരു 10-ാം തീയതിക്കുള്ളിൽ ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വല്ലാതെ ക്ലാസ്സിൽ പോകാനൊന്നും തോന്നില്ല. മനുഷ്യന്റെ ബുദ്ധി അത്രക്കും വലിച്ച നീളുന്ന സാധനമൊന്നുമല്ല. നിങ്ങൾ ഈ പറയും പോലെ മനുഷ്യന് ഇതിന്റെ ആവശ്യകത പരലോകം ഇല്ലാന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറയാത്ത നിഷേധിച്ച് പറയും ഇല്ലാന്നല്ല. പക്ഷെ ഇതിന്റെ ആവശ്യകത ഇത് അനുസരിച്ച് ജീവിച്ചാലുള്ള ആവശ്യകത ഇവിടുന്ന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എടാണക്ക് തെങ്ങ് നട്ട നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും അതിനൊരു തേങ്ങട്ട് അണക്ക് കുടിക്കുക, അല്ലെങ്കിൽ എന്റെ കുട്ടികളെങ്കിലും കുടിക്കും എന്നിവനെ ബോധ്യപ്പെടുത്തണം. 1-ാം തീയതി 2-ാം തീയതി നമുക്ക് ശമ്പളം കിട്ടാതെ മര്യാദക്ക് പണിയെടുക്കും. രാവിലെ തന്നെ പോയി ശമ്പളം കിട്ടുമെന്ന് നമുക്ക് ആൾക്കാർ ചിന്തിക്കണം. പണിക്കിറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ കൂലി കിട്ടുമെന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണ്. എന്നിട്ട് ഓരോടെ പറയുന്നത് കിയാമനാളിൽ ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. ജനങ്ങളുടെ മനസ്സ് അത്രമാത്രം വലുതല്ല. അതുപോലെ ബോണസായിട്ട് കിട്ടുകയാണെങ്കിൽ ഓക്കെ എന്നാണ്. അല്ല, നീ എന്തുകൊണ്ട് ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടരുത്? നീ സമ്മതിയാകാതിരിക്കാനാണ്. എന്തുകൊണ്ട് നീ നീതിയിലൂടെ തന്നെ നേടണം എന്ന് പറയുന്നത് അത് നിന്റെയും നിന്റെ സമൂഹത്തിന്റെയും അടുത്ത തലമുറയുടെയും ഗുണത്തിനാണത് എന്ന് ഇവന് ബോധ്യപ്പെടണം. ഇവന്റെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട്, അതിന്റെ ഫലം നന്മയാണെങ്കിൽ നന്മയും, തിന്മയാണെങ്കിൽ അതിന്റെ തിന്മയും ഇവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇവനെ ബോധ്യപ്പെടുത്തണം. ഈ ബോധ്യപ്പെടാത്തതാണ് ഇവിടെ കർമ്മങ്ങൾ നടക്കാത്തത്. അതാ പറഞ്ഞ, ഇത് ബോധ്യപ്പെടുത്തണം. മനുഷ്യ, നീ തിന്മ ചെയ്താൽ, അനീതി കാണിച്ചാൽ, അക്രമം കാണിച്ചാൽ, അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിനക്ക് തന്നെ അത് അനുഭവിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താ പറയുക, അടിമത്തം ലോകത്ത് എല്ലാവരും അടിമകളാണെങ്കിൽ അതിന്റെ ദുരിതം എത്രമാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതാണ് ആരാലും സഹായിക്കപ്പെടാൻ പറ്റാത്ത ഒരു ദിനം, ഒരു കാലഘട്ടം നിങ്ങളിൽ വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നല്ലാഹു പറഞ്ഞത്. എല്ലാവരും അടിമകള്, ആരാരനെ സഹായിക്കാം? എല്ലാവരും അക്രമികൾ, ആരാരനെ സഹായിക്കാം? രാജാക്കന്മാർ വരെ ഇട്ട് ഓടിയില്ലേ? നമുക്ക് ചരിത്രം അറിയുന്നതല്ലേ? രാജാക്കന്മാർ വരെ കോടികൾ സമ്പത്തുകൾ ഇട്ട് ഓടി, ആരും ആരെയും സഹായിക്കുന്നില്ല.
ആരും ആരെയും സഹായിക്കാൻ പറ്റാത്ത, ആരും ആരാലും സഹായിക്കപ്പെടാത്ത, ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടാത്ത ഒരു കാലഘട്ടം നിങ്ങളിൽ വരുന്നതിനെ നിങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങള്, അതാണ് ഒത്തക്കു യൗമൻ, അതിന്റെ പ്രത്യാഘാതങ്ങൾ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യാഘാതം നിങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ സമ്പാദിച്ചതിന്റെ ഒരു നയ പൈസ ഉപയോഗിക്കാൻ പറ്റൂല. അതറിയാം നിങ്ങൾക്ക്, ഒരു രൂപ അതിന് ഉപയോഗിക്കാൻ പറ്റൂല. അക്രമങ്ങളും അനീതികളും സംഘർഷങ്ങളും അടിമത്തവും ദുരിതവും ഒരു രാജ്യത്ത് സംജാതമായാൽ നേടിയതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഒരു പ്രദേശത്ത് വന്നാൽ അത്തരം ദൈവിക വ്യവസ്ഥിതിയുടെ പ്രത്യാഘാതങ്ങൾ, അത് ധിക്കരിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ മനുഷ്യരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് എന്താ അല്ല. ഇത് ബോധ്യപ്പെടുന്നില്ല ജനങ്ങൾക്ക്, ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ല. ഇത് ബോധ്യപ്പെടാത്തതിന്റെ റിസൾട്ടാണ് ലോകത്ത് നന്മ നടക്കാത്തത്, ലോകത്ത് കർമ്മങ്ങൾ ഉണ്ടാകാത്തത്, മനുഷ്യൻ അധ്വാനിക്കാത്തത്, മനുഷ്യൻ നീതിക്കും നന്മക്കും സത്യത്തിനും ഭൂമിയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കുന്നതിനു വേണ്ടി മനുഷ്യൻ പ്രവർത്തിക്കാത്തത്. ഇവനിത് ബോധ്യപ്പെടുന്നില്ല.